നമസ്കാരം. വളരെ സന്തോഷകരമായ ഒരു പെൻഷൻ വാർത്ത പങ്കുവയ്ക്കുകയാണ്. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്കായുള്ള മസ്റ്ററിംഗ് നടപടികൾ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ എല്ലാവരും കാത്തിരുന്ന ഈ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ തീയതി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ മാസത്തിലെ 25-ാം തീയതിക്ക് ശേഷമാണ് പെൻഷൻ വിതരണം സംബന്ധിച്ച വിവരങ്ങൾ വരാറുള്ളതെങ്കിലും ഇത്തവണ വളരെ നേരത്തെ തന്നെ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഉത്തരവ് പ്രകാരം സാമൂഹിക സുരക്ഷാ പെൻഷന്റെ ഈ മാസത്തെ വിതരണം 24-ാം തീയതി മുതൽ സംസ്ഥാനത്താകെ ആരംഭിക്കുകയാണ്. പെൻഷൻ വിതരണം 24-ാം തീയതി ആരംഭിക്കുമെങ്കിലും എല്ലാവരുടെയും കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പണമെത്താൻ അടുത്തയാഴ്ച പകുതിയോടെ സമയമെടുക്കും. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള DBT സംവിധാനത്തിലൂടെയും സഹകരണ ബാങ്കുകൾ വഴി നേരിട്ട് വീടുകൾ എത്തിച്ചു നൽകുന്ന തുക കൃത്യമായി ഏകോപിപ്പിക്കേണ്ടതുണ്ട്. വിവിധ സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സർക്കാർ ഓഗസ്റ്റ് മാസം 3-ാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഈ തീയതിക്ക് മുൻപായി സംസ്ഥാനത്തെ അർഹരായ മുഴുവൻ ആളുകൾക്കും പെൻഷൻ തുക പൂർണ്ണമായും എത്തിച്ചു നൽകണം എന്നാണ് സർക്കാരിന്റെ കർശന നിർദ്ദേശം. സംസ്ഥാനത്തെ ഏകദേശം 51 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഈ അറിയിപ്പ് ഏറെ ആശ്വാസമാകുന്നത്. ബാങ്ക് അക്കൗണ്ട് വഴി വാങ്ങുന്നവർക്കും നേരിട്ട് പണം കൈപ്പറ്റുന്നവർക്കും നിശ്ചിത തുക തടസ്സങ്ങളില്ലാതെ ലഭിക്കുന്നതാണ്. നിലവിൽ പെൻഷൻ ലഭിക്കാൻ മസ്റ്ററിംഗ് നിർബന്ധമാണെങ്കിലും ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും ചെയ്യാത്തവർക്കും ഒരുപോലെ ഈ ആനുകൂല്യം ലഭ്യമാകും. മസ്റ്ററിംഗ് നടപടികൾ നിലവിൽ ആരംഭിച്ചതേയുള്ളൂ എന്നതിനാലും അത് പൂർത്തിയാക്കാൻ ഇനിയും 2 മാസത്തോളം സാവകാശമുള്ളതിനാലും പെൻഷൻ ലഭിക്കുന്നതിന് നിലവിൽ യാതൊരു തടസ്സവും ഉണ്ടാകില്ല. അതുകൊണ്ട് മസ്റ്ററിംഗ് ബാക്കിയുള്ളവർ തിടുക്കം കൂട്ടേണ്ടതില്ല. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്ക് പുറമെ വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണത്തിനായി ആവശ്യമുള്ള ഫണ്ടും ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ക്ഷേമനിധി ബോർഡുകൾക്ക് കീഴിലുള്ള ഗുണഭോക്താക്കൾക്ക് അവരവരുടെ മേഖലകൾക്ക് അനുസൃതമായ തുകയാണ് ലഭിക്കുക. നിലവിൽ ഈ ഫണ്ട് അനുവദിച്ചതോടെ തടസ്സങ്ങളില്ലാതെ തുക വിതരണം ചെയ്യാനാകും. എന്നാൽ ഇതിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, പ്രവാസി ക്ഷേമനിധി ബോർഡ് തുടങ്ങിയ ചില മേഖലകളിൽ മാസങ്ങളുടെ കുടിശ്ശിക നിലനിൽക്കുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. വരാനിരിക്കുന്ന വലിയ ആഘോഷങ്ങൾക്ക് മുൻപായി ഇത്തരം കുടിശ്ശികകളിൽ നിശ്ചിത ഗഡുക്കൾ അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് അംഗങ്ങൾ. വരാനിരിക്കുന്ന ഓണക്കാലം മുൻനിർത്തി കുടിശ്ശികയുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ ഘട്ടങ്ങളായി വിതരണം ചെയ്യുന്ന പതിവും മുൻപും കണ്ടിട്ടുള്ളതാണ്. അതിനാൽ ഇത്തവണയും കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് ഒന്നിലധികം ഗഡു പെൻഷൻ ലഭിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. നിലവിലെ പ്രഖ്യാപനത്തിൽ കുടിശ്ശികയെക്കുറിച്ച് പ്രത്യേക പരാമർശങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും ബോർഡുകളിലെ പ്രതിസന്ധികൾ പരിഹരിച്ച് പെൻഷൻ കുടിശ്ശിക എത്രയും വേഗം വിതരണം ചെയ്യുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തൊഴിലാളി സംഘടനകളും സർക്കാരിന് നിവേദനങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ പെൻഷൻ തുക തടസ്സമില്ലാതെ അക്കൗണ്ടുകളിൽ എത്തിക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ തകൃതിയായി നടത്തുന്നുണ്ട്. വരാനിരിക്കുന്ന ഉത്സവ സീസൺ പ്രമാണിച്ച് കുടിശ്ശിക തുകകൾ കൂടി ലഭ്യമായാൽ അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി മാറും. പെൻഷൻ പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങുന്ന സമയത്ത് കൃത്യമായ അപ്ഡേറ്റുകൾ വീണ്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഷെയർ ചെയ്യുക. കൃത്യമായ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.